നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് ക്വാളിറ്റി കൺട്രോൾ ഇൻ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഗാർമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അപ്പാരൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്, ക്വാളിറ്റി റിലേറ്റഡ് ഉള്ള കുറച്ച് ടേംസ്, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഓവറോൾ ഫങ്ഷൻസ്, അതായത് എന്തൊക്കെ ക്വാളിറ്റിയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നിലവിൽ അവിടെ വരുത്തേണ്ടത്, അതിനെ പറ്റിയിട്ടുള്ളതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അടുത്തത് ക്വാളിറ്റി സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി, അതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അവിടെയുള്ള പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. എന്തൊക്കെ പ്രൊസീജിയറാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവണമെന്നില്ല, സർവീസ് ആയാലും അവിടെയുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ അതിൻ്റെ പ്രോസസ്സുകൾ, അതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ, അതായത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും, അതിനെ നമുക്ക് ക്വാളിറ്റി സിസ്റ്റം എന്ന് പറയാം. അപ്പം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഉണ്ടാവും ആരാ? ഒരു ജനറൽ മാനേജർ ഉണ്ടാവും. അയാളുടെ കീഴിലായിരിക്കും ജൂനിയർ ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാവും, പിന്നെ കുറേ അല്ലാത്ത അഡീഷണൽ സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാ ഇൻഡസ്ട്രികളിലും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അവരുടെ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ജോബ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്താണ്, പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്, റിസോഴ്സസ് വേണം ആ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇതിനെയൊക്കെ കൂടെ നമ്മൾ പറയുന്നതാണ് ക്വാളിറ്റി സിസ്റ്റം. പിന്നെ അടുത്തതാണ് ക്വാളിറ്റി പ്ലാൻ. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാൻ ചെയ്യുക, അല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഇന്ന പ്രൊഡക്റ്റിന് ഇന്ന ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ആവണമെന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ എന്തായാലും ഒരുപോലെ തന്നെയാണ്. ക്വാളിറ്റി പ്ലാൻ ഒരു ക്വാളിറ്റി പ്രാക്ടീസസ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം, ഇന്ന കാര്യങ്ങളിൽ നമ്മൾ ക്വാളിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി പ്ലാൻ എന്ന് പറയാം. അടുത്തത് ക്വാളിറ്റി പോളിസി. അതായത് ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് അറിയാമല്ലോ, കുറേ മാനേജേഴ്സ്, അവരാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പോളിസി എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ച കാര്യങ്ങൾ, അതായത് അവർ എടുത്തിരിക്കുന്ന ഇൻറ്റൻഷൻസ്, അവരുടെ എന്തൊക്കെയാണോ തീരുമാനങ്ങൾ, അതൊക്കെ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നതാണല്ലോ. അതിനെ നമ്മൾ ക്വാളിറ്റി പോളിസി എന്ന് പറയാം. അതാണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്ന് ലോ ലെവൽ സ്റ്റാഫിലേക്കൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ക്വാളിറ്റി പോളിസി. ഇന്ന ഇൻഡസ്ട്രിയിൽ അവരുടെ പ്രൊഡക്റ്റിന് ഇന്ന ഇത് വേണം, അല്ലെങ്കിൽ കമ്പനി ഇങ്ങനത്തെ രീതിയിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ക്വാളിറ്റി പോളിസി. അടുത്തതാണ് ക്വാളിറ്റി അഷ്യൂറൻസ്. അഷ്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കമ്പനികൾ പറയും ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടി അതിന് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരും, അങ്ങനെ ഓരോ ഇതിനും ഉണ്ടാവും. അതാണ് അഷ്യൂറൻസ്, ക്വാളിറ്റി അഷ്യൂറൻസ്. നമുക്കൊരു കോൺഫിഡൻസ് തരുവാണ് ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറയുമ്പോൾ. കാരണം ഇന്ന കാര്യങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് കിട്ടും. അതാണ് ക്വാളിറ്റി അഷ്യൂറൻസ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ പറഞ്ഞു, കുറേ ഡെഫിനീഷൻസ് ഉണ്ട് കേട്ടോ. ക്വാളിറ്റി കൺട്രോളിന് തന്നെ കുറേ ഡെഫിനീഷൻസ് ഉണ്ട്. അത് ടെക്നിക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണല്ലോ. നമ്മളിപ്പോൾ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ടെക്നിക്സുകൾ ഇതിലേക്ക് കൊണ്ടുവരിക, അപ്ലൈ ചെയ്യുക. അടുത്തത് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നൊരു വേർഡാണ് അല്ലേ?
ഇന്ന് ഇൻസ്പെക്ഷൻ ഉണ്ട്, ഇതുണ്ട്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ മെഷർ ചെയ്യുക, അതിനെ എക്സാമിൻ ചെയ്യുക, അതിനെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ പ്രൊഡക്റ്റ് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ. അപ്പോൾ അതിൽ നമ്മളെങ്ങനെയാണ്, നമ്മളിപ്പം വേറെ പ്രൊഡക്റ്റ് ഇതേ അതായത് ഇപ്പോൾ സോപ്പുകളാണെങ്കിൽ നമ്മൾ ഒരു സോപ്പ് മറ്റേതിനെ കമ്പയർ ചെയ്യും, ഇതിനേക്കാളും എന്ത് ഗുണമാണ് അതിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പ്രൊഡക്റ്റും വന്നാലാണ് ഇതിന് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം അത് നല്ല സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അത് സ്കിന്നിന് അലർജി ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഓരോ ഇത് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും, വേറെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റിനൊന്നും കൂടെ മോൾഡ് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു ഇതിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ സാറ്റിസ്ഫാക്ഷൻ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അതിൽ സാറ്റിസ്ഫൈ ചെയ്യുക എങ്ങനെയാണ്? അതിന് ഓരോ ഫിസിക്കൽ ഉണ്ടാവും, കെമിക്കലായിട്ടുണ്ട്, എൻവയോൺമെൻറ്റൽ, അങ്ങനത്തെ കുറേ ആക്ഷൻസ് ഉണ്ടാവുമല്ലോ. അതിലൊക്കെ ഇതെന്ത് ചെയ്യും, അത് പറഞ്ഞിരിക്കുന്ന ആ ക്വാളിറ്റികൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതിനെ. പിന്നെ നമ്മളിപ്പം കൺസ്യൂമർ പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, പിന്നെ കാഴ്ചപ്പാടായിരിക്കും. നമ്മൾ എന്താ പറയുക, പെർസീവ്ഡ് ക്വാളിറ്റി, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാഴ്ചപ്പാടുകളായിരിക്കും. എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ പറയാം ക്വാളിറ്റി എന്ന് പറയുന്നത്, അതായത് ഓരോരുത്തർക്കും ക്വാളിറ്റി പറഞ്ഞാൽ അത് ചിലർക്ക് പ്രൈസ് കൂടുതലുള്ളത് നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ടെക്നോളജി, ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടാവും ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പോൾ നമുക്ക് ടെക്നോളജിയിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, കളർ ഫാസ്റ്റ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്, സീമൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്, ഷ്രിങ്കേജ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ടെക്നോളജിയിലാണ് പറയുക. ഇൻഡസ്ട്രിയിൽ പറയുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കളർ ഫാസ്റ്റ്നെസ് നന്നായിട്ടുണ്ടോ, ഷ്രിങ്കേജ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പം ചില ഗാർമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പിയറൻസ് കൂടുന്നില്ല, നമ്മൾ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവുന്നില്ല എന്നാണെങ്കിൽ അതാണ് നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ടൈം ഓറിയൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡ്യൂറബിലിറ്റി, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി, അത് എത്ര കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്യൂറബിൾ ആണോ. പിന്നെ അതൊക്കെയാണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് ഇത്രയും കാലം നന്നായിട്ടിരിക്കുന്ന വിചാരിക്കും, പക്ഷേ ചിലപ്പോൾ അത് പെട്ടെന്ന് കേടായി പോകും അല്ലേ. അതിനാണ് നമ്മൾ ടൈം ഓറിയൻറ്റേഷനിൽ പറയുന്നത്. പിന്നെ ഉള്ളത് കോൺട്രാക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഗ്യാരൻറ്റീഡ് ആണോ, അല്ല അത് നമ്മൾ പറയുമല്ലോ ഇത്രയും കാലത്തേക്ക് ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഒരു ഗ്യാരൻറ്റിയാണ് നമ്മൾ ഇതാക്കുന്നത്, അല്ലെങ്കിൽ റീഫണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ കോൺട്രാക്ച്വൽ എന്ന് പറയുന്നത്. നമ്മൾ ചില പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അവർ പറയും അത് പ്രോഡക്റ്റ് കേടായി നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കും, അപ്പോൾ റീഫണ്ടബിൾ അല്ല എന്ന് പറയും, റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കോൺട്രാക്ച്വലിൽ പറയുന്നത്. പിന്നെ ഉള്ളത് എത്തിക്സ് അറിയാലോ. അപ്പോൾ എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്വർടൈസിങ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അവർ അഡ്വർടൈസിങ് ചെയ്യുന്നു, അത് ഒരു ഓണസ്റ്റ് ആണോ, ഓണസ്റ്റ് പറഞ്ഞാൽ അതൊരു സത്യസന്ധ ആണോ, ആ പ്രൊഡക്റ്റിനെ പറ്റി അവർ പറയുന്നത് അത്രയും ഇതാണോ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മളെ എത്തിക്കൽ. ഓക്കെ, നമ്മളിപ്പോൾ സെയിൽസ് പേഴ്സൺ വീട്ടിൽ വന്നാൽ പറയുമല്ലോ ഇന്ന കാര്യങ്ങളുണ്ട്, ഇതങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അവർ. അപ്പോൾ അതാണ് നമ്മൾ എത്തിക്കലിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കൺസ്യൂമേഴ്സിൻ്റെ വ്യൂവിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
അടുത്തത് നമ്മളിപ്പം ക്വാളിറ്റി ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാളിറ്റി ഉള്ളൊരു ഗാർമെൻറ്റാന്ന് പറയുമ്പം അത് ഫ്രീ ഫ്രം ഡിഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ? കറ ഉണ്ടാകാൻ പാടില്ല, ഫാബ്രിക്കിലൊന്നും ഡിഫക്ട്സ് എവിടെയും വരാൻ പാടില്ല, സീംസ് ഓപ്പൺ ആയിട്ട് കിടക്കാൻ പാടില്ല, ത്രെഡൊന്നും അൺട്രിംഡ് ആയിട്ട് കിടക്കരുത്. അതായത് നൂലൊക്കെ ഇങ്ങനെ തൂങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ കുറേ നൂലുകൾ ഉണ്ടാവുമല്ലോ, കട്ട് ചെയ്ത് കളയേണ്ടതാണ്. പക്ഷെ അതൊന്നും കട്ട് ചെയ്ത് കളയാണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് ഒരു നല്ലൊരു ഇത് ഉണ്ടാവില്ല, നമുക്ക് പ്രൊഡക്റ്റിന് അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് പറയില്ല. പിന്നെ ഉള്ളത് ബട്ടൺ ഹോളും അലൈൻ അല്ല, മിസ് അലൈൻഡ് ആയിരിക്കും. അത് ബട്ടൻ്റെ നേരെ ആയിരിക്കില്ല, ബട്ടൺ ഹോൾ കുറച്ച് കയറിയിട്ട് ബട്ടൺ കുറച്ച് താഴെ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒക്കെ എന്താണ്, ക്വാളിറ്റിയിൽ ഉള്ളൊരു ഗാർമെൻ്റ് അല്ല. പിന്നെ സിപ്പേഴ്സ്, ചില സിപ്പർ നമ്മളറിയാം, പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് നമ്മളൊന്ന് സിബ് അഴിച്ച് ഇടുമ്പോഴേക്കും അത് പൊട്ടി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ആ സിബിൽ കൂടെ അത് പോവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ ഡിഫക്ട്സ് ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഗാർമെൻറ്റ്സ് എന്ന് പറയാം. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലേബിളിൽ അതിൽ സൈസ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ? ഇപ്പോൾ 38 സൈസിലുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് അവർ പറയുന്നു. അപ്പോൾ അത് 38 ഉള്ള ഒരാൾക്ക് ആ പ്രൊഡക്റ്റ് ഫിറ്റ് ആവുമോ? അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം, അല്ലാതെ ആ സൈസ് വാങ്ങിയിട്ട് അത് ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയൂല. പിന്നെ നമ്മളെ നോർമൽ യൂസിന് സാറ്റിസ്ഫാക്ടറിലി ആവണം. അതായത് അതെന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ലോണ്ടറിങ് നമ്മൾ വാഷിങ് ചെയ്യുമല്ലോ, ഡ്രൈ ക്ലീനിങ്ങോ അല്ലെങ്കിൽ അയണിങ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇതിന് പറ്റണം. പിന്നെയോ നമ്മൾ സൈക്കിൾഡ് വിത്തൗട്ട് കളർ ലോസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ? നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, ഒരു ഗാർമെൻറ്റ് വാങ്ങി വാഷ് ചെയ്തപ്പോഴേക്കും എല്ലാ കളറും പോയി, അപ്പോൾ ക്വാളിറ്റി ഇല്ല എന്നല്ലേ നമ്മളതിന് പറയുക. അപ്പം നമ്മൾ കളർ ലോസ് ഉണ്ടാവാൻ പാടില്ല, ഷ്രിങ്കേജ് പാടില്ല. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളത്തിലിട്ട് മുക്കി എടുത്ത് കഴിയുമ്പം അതിൻ്റെ സൈസ് കുറയാൻ പാടില്ല, ചുരുങ്ങാൻ പാടില്ല. പിന്നെ സീംസൊന്നും പുറത്തേക്ക് വരാൻ പാടില്ല, ഉള്ളിൽ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന സീംസുകളൊന്നും പുറത്തേക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റി ഉള്ള ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പോൾ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ഗാർമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ഷൻ. ആ വിഷ്വൽ എക്സാമിനേഷൻ ആവാം ചിലപ്പം, കാരണം നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാവാം. അതിൽ ഏതൊക്കെയാണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫാബ്രിക് ഉണ്ടാവും, ബട്ടൺ ഉണ്ടാവും, സിപ്പേഴ്സ്, പിന്നെ സ്യൂയിങ് ത്രെഡ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇത് മാത്രം ആവണമെന്നില്ല, വേറെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ റോ മെറ്റീരിയലിൽ തന്നെയാണ് പറയുക. അപ്പം നമ്മൾ ക്വാളിറ്റി, അതായത് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് റോ മെറ്റീരിയലിനെ ഇൻസ്പെക്ഷൻ ചെയ്യണം. പിന്നെയോ പാർഷ്യലി ഫിനിഷ്ഡ് കോമ്പണൻസ് ഓഫ് ദി ഗാർമെൻറ്റ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷർട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഷർട്ടാണെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട്, അപ്പോൾ അതിൻ്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോളേഴ്സ് വേറെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും, പിന്നെ സ്ലീവ് വേറെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കോമ്പണൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. പാർഷ്യലി ഫിനിഷ്ഡ് ഗാർമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യണം, അതായത് ഇൻ പ്രോസസ് എന്നൊക്കെ പറയും. ഫസ്റ്റ് റോ മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ ഇൻ പ്രോസസ് ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാവും, പിന്നെ ഫൈനൽ പ്രൊഡക്റ്റ് ആയതിന് ശേഷം വേറെ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത് റോ മെറ്റീരിയൽ ക്വാളിറ്റി കൺട്രോൾ. റോ മെറ്റീരിയൽ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫാബ്രിക്സിൻ്റെ സ്റ്റാൻഡേർഡ്, ഇൻ്റർലൈനിങ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രെഡ്, സിപ്പേഴ്സ്, ക്ലോഷേഴ്സ്, എല്ലാ കാര്യങ്ങളും, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുടെ അതൊക്കെയാണ് നമ്മൾ റോ മെറ്റീരിയൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താ, റോ മെറ്റീരിയലിൽ പറയുന്നത് ഫാബ്രിക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫാബ്രിക് ഇൻസ്പെക്ഷൻ ചെയ്യണം അല്ലേ? ഫാബ്രിക് ഇൻസ്പെക്ഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, ഫാബ്രിക് ഇൻസ്പെക്ഷൻ മെഷീനിൽ കൂടെയാണ് നമ്മളത് ഫാബ്രിക് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ മെഷീനിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അത് നമ്മൾ 4 പോയിൻറ്റ് സിസ്റ്റം,
അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മളത് പ്രൊഡക്റ്റ് ലേക്ക് അത് പോവണോ അല്ലെങ്കിൽ അത് അവിടെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് 4 പോയിൻറ്റ് സിസ്റ്റത്തിനനുസരിച്ചാണ്. പിന്നെ ഡിഫക്ട്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മേജർ ഡിഫക്റ്റ് ആയിട്ടും മൈനർ ഡിഫക്ട്സ് ആയിട്ടും പിന്നെ ഡാമേജസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് നമ്മൾ ഈ ഡിഫക്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫാബ്രിക് മെഷീനിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്പെക്ഷൻ മെഷീനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് കളേഴ്സിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് ഡിഫക്റ്റിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ മേജർ ഡിഫക്റ്റാണ്, ഒരു പെർട്ടിക്കുലർ കളർ മാത്രം അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മേജർ ഡിഫക്റ്റ് ഉണ്ട് ഇത്രയും. പിന്നെ മൈനർ ഡിഫക്ട്സിന് വേറൊരു കളർ വെച്ചിട്ട് ചെയ്യും, ഡാമേജസിന് വേറെ, സ്റ്റെയിൻ എന്തേ ആയിട്ടുണ്ട് വേറെ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളേഴ്സ് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പോയിൻറ്റ് സിസ്റ്റം. ഇതിൽ നമ്മൾ പോയിൻറ്റ് സിസ്റ്റത്തിൽ ആ ഒരു ഡിഫക്റ്റിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് നോക്കിയിട്ടാണ് നമ്മൾ പോയിൻറ്റ്സ് എത്രയാണെന്ന്, അതായത് 4 പോയിൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഒരു ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇത് ആദ്യത്തെ ഒരു പാർട്ടാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ. അപ്പോൾ അതിൽ നമ്മളിപ്പം റോ മെറ്റീരിയലിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ. റോ മെറ്റീരിയൽ ഇനി കുറച്ചും കൂടെ കോമൺ ഫാബ്രിക് ഡിഫക്ട്സ് വരുന്നുണ്ട്, അത് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ഡിഫക്റ്റ് പറയാനുണ്ട്. പിന്നെ ഇൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള പ്രോസസ്സ് അതിൻ്റെതുണ്ട്. പിന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ. അത്രയാണ് നമുക്കതിൽ പറയാനുള്ളത് ക്വാളിറ്റി കൺട്രോളിൽ. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഗാർമെൻറ്റ് അല്ലെങ്കിൽ അപ്പാരൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞത്. എല്ലാ ഇൻഡസ്ട്രികളിലും ഉണ്ടാവും കേട്ടോ ഇതുപോലെ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഓരോ പ്രൊഡക്റ്റിനും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഒന്ന് കേൾക്കുക. താങ്ക് യു.